ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ തകർത്ത് പെയ്യുന്ന മഴയാണല്ലേ. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി ഞാനൊരു 13-14 ചക്ക, പഴുത്ത ചക്ക കുരുവൊക്കെ നീക്കം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ ജാറിൽ തന്നെ ഒരു 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തു. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ അടിച്ചെടുത്തതിലേക്ക് നമുക്ക് വീണ്ടും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്ക പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തു. ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം. പാലൂടെ ചേർത്ത് ഒരു അല്പം ലൂസാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാനറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഓണാക്കി വെച്ച് അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്ത് എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും മതി കട്ടി. ഇനി നമുക്ക് കുറച്ച് ചെറിയ പാത്രങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാനൊരു കുഞ്ഞു പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിലൊന്ന് തടവി കൊടുക്കാം. എല്ലാ പാത്രത്തിലും ഓയിലൊന്ന് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കേണ്ട, അര ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുക്കാവുമ്പോൾ പൊങ്ങിക്കിട്ടും. അതുകൊണ്ടാണ് ഫുൾ ഒഴിക്കാതെ ഇതിൻ്റെ അര ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ഇഡ്ഡലി ചെമ്പോ ഇഡ്ഡലി തട്ടോ ആണ് വച്ച് ഇതൊന്ന് ആവി കയറ്റാനുള്ളത്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ചക്ക തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് നട്ട്സോ അതുപോലെ തന്നെ ഉണക്ക മുന്തിരി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തട്ടിറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ടാണ് വയ്ക്കുന്നത്. കാരണം 2 എണ്ണം വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണം വെച്ച് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇത് കുക്കായതിന് ശേഷം അടുത്തത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടി ഒന്ന് കുത്തി നോക്കിയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അത് കുക്കായില്ല എന്ന്. പക്ഷെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അല്പം പോലും ഒട്ടുന്നില്ല. ഞാനിതോടെ ഒന്ന് മാറ്റി. അപ്പോൾ നമുക്ക് ഓരോന്നാ കുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഈ ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.